Q&Aയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഗോള സഭയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. എന്താ മരീന പഠിക്കുന്നേ? ഓർമ്മയില്ലേ ഇന്ന് ടീച്ചർ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്? എന്തിനെ പറ്റി? സഭയെ പറ്റി. നീ ഒന്നും പഠിച്ചില്ലേ? ഞാൻ കുറച്ച് നോക്കി. എന്നാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ച് പഠിക്കാം. എന്നാ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ചോദിക്ക്. സഭയെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദം എന്താണ്? എക്ലേസിയ അല്ലേ? അതെ, ശരി ഉത്തരം. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം. ചോദിക്കാം. സഭാ നിയമത്തിന്റെ അടിസ്ഥാനം എന്ത്? ക്രിസ്തുവും അവിടുത്തെ വചനവും. ശരിയല്ലേ? ശരിയാ. അടുത്ത ചോദ്യം. സഭാ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മറന്നുപോയല്ലോ. മറന്നുപോയോ? അത് കേസരിയായില്ലേ? എയൂസേബിയൂസ്. അതെ, ശരി ഉത്തരം. എന്നാ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. സഭയിലെ ആദ്യത്തെ സൂനഹദോസ് ഏത്? ജെറുസലേം കൗൺസിൽ അല്ലേ? ഏത് വർഷമാണ് അത് സമ്മേളിച്ചത്? AD 49. ശരിയാ. നീ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. ചോദ്യം, കാനോനിക സംഹിതയിൽ രൂപതയെ സൂചിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? എപ്പാർക്കി. അതെ. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ചോദ്യം ഞാൻ ചോദിക്കാം. ചോദിക്കേ. സഭയെ നട്ടുപിടിപ്പിക്കാനുള്ള പ്രധാന മാർഗം എന്താണെന്നറിയോ? സുവിശേഷം പ്രഘോഷിക്കുകയല്ലേ? അതെ. സഭയുടെ വളർച്ചയിൽ രണ്ടാം പെന്തക്കോസ്ത് അനുഭവം എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ്? രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് അല്ലേ? അതെ, ശരി ഉത്തരം. എന്നാ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരെന്നറിയോ? അത് സ്തേഫാനോസ് അല്ലേ? അതെ. സഭയുടെ ഔദ്യോഗിക ഭരണക്രമത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന നിയമസംഹിത ഏതാണെന്നറിയോ? കാനൻ നിയമം അല്ലേ? അതെ, ശരി ഉത്തരം. എന്നാ അടുത്ത ചോദ്യം. ഇടവക എന്ന പദത്തിന്റെ മൂലരൂപം എന്താണെന്നറിയോ? അത് പരോക്കി എന്നല്ലേ? ശരി ഉത്തരം. പൗരസ്ത്യ പാശ്ചാത്യ സഭകളിലെ പൊതുവായി ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണം എന്താണെന്നറിയോ? അത് നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലേ? ശരിയാ. സഭ ആദ്യമായി അമ്മ എന്ന പദം ഉപയോഗിച്ച് വിശേഷിപ്പിച്ച വ്യക്തി ആരാന്നറിയോ? തെർത്തുല്യൻ. അതെ. എന്നാ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എത്രാമത്തെ സാർവത്രിക സൂനഹദോസ് ആണ്? അത് 21ാമത്തെ അല്ലേ? ശരിയാ. ഒരു ചോദ്യം ഇപ്പോഴും ഓർമ്മ വന്നേ. പറ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്നാ തുടങ്ങിയ നിനക്കറിയോ? അത് 1932. അല്ലല്ല, 1962. 62 ഒക്ടോബർ 11 അതെ. എന്നാ അതിന്റെ സംഘാടകൻ ആരാന്നറിയോ? ജോൺ 23 പാപ്പയാണോ? അതെ, ശരിയാണ്. ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്തു മതത്തെ രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണെന്നറിയോ? അർമേനിയ. അതെ. കൂട്ടുകാരെ, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളും പഠിക്കില്ലേ? ഇതിലൂടെ സഭയെ അറിയാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ.